വരാന്നും പറഞ്ഞ് നോക്കി വരുന്നു നോക്ക്. ഓ ചൂനയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ചെയ്യുന്നേ? ഇതാണ് നമ്മുടെ ദേവൻ മിസ്റ്റർ ഇടുക്കി. എങ്ങനുണ്ട്? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുസിന്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ജാഗ്രതയില്ലേ? സൂത്രം വായിച്ചിട്ട് സൂത്രം വരുത്തണോ? എന്നാ ഓ ഗ്രീൻ കുട്ടിച്ചാത്ത കുട്ടിച്ചാത്ത എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും സ്വാഗതം എന്ന് പറ. സ്വാഗതം എന്ന് പറ. പറയാത്തോണ്ടേ പറയണോ? സൂത്രം പറയണോ? എന്നാ സ്വാഗതം എന്ന് പറ. നിന്നെ എന്റെ അടുത്താണ് കളി. ഓം ഗ്രീൻ കുട്ടിച്ചാത്ത. ഇതെന്നാന്നറിയോ? ഇതെന്നാ സാധനം? മാങ്കയോ? ഇത് പാപ്പു ഇന്നലെ മേടിച്ചോണ്ട് വന്ന സൂത്രമാ. ഇന്നലെ പാപ്പു ഒരു സൂത്രം കൊച്ചു കടയിൽ കയറി ചോദിച്ചിട്ട് ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്നെ പഠിച്ചിട്ട് അന്നേരം മേടിച്ചില്ല. വൈകിട്ട് വന്നപ്പോ ഞാൻ കാണാണ്ട് ഒളിച്ചുകൊണ്ട് കൊടുക്കും അമ്മയോട്. അത് ആര് മേടിച്ചെന്നാ? ലവ് യു പാപ്പു എന്ന് പറഞ്ഞു. ലവ് യു പറഞ്ഞേ. ഒരു ഉമ്മയും കൊടുത്തരും. ഒരു ഉമ്മ. ഓ ഇത് സംഭവം. ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ചേട്ടൻ്റെ അടുത്ത് ഈ കളിയൊക്കെ നടക്കത്തുള്ളൂ. എൻ്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല. ഞാൻ ഇങ്ങനത്തെ ഈ വക ഒരു പരിപാടിയില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കുളത്തിലെന്ന് വെച്ചാൽ ചേട്ടാ എങ്ങനെയല്ല, ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഇന്നലെ അവൾ അവിടെ ചെന്നപ്പോ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പൊക്കോണം ഇടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഉള്ളോണ്ട് അന്നേരം മേടിച്ചില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും സജി 2 പാക്കറ്റ് ജെംസ് എടുത്തോണ്ട് കൊടുത്തു. 2 പാക്കറ്റ് ഇവിടെ വന്നിട്ട് തിന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് കോണിക്കാതെ ഒളിച്ചു വെച്ചു. പപ്പാടെ കട ചെന്ന ജാനിക്ക് കോളാ. അവിടുത്തെ മാമന്മാരെല്ലാം എല്ലാ മാമന്മാരും അന്നേരം മുട്ടായൊക്കെ എടുത്തു കൊടുക്കും. അപ്പൊ ഇന്നത്തെ വിശേഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഉൾപ്പെടുത്തി ഇൻട്രോ ഒക്കെ എടുക്കാന്നൊക്കെ വിചാരിക്കും. ഒരെണ്ണം അവിടെ അതിലും അത് ഞാൻ തന്നെയാണ് കാണത്തുള്ളൂ. അപ്പൊ ഞാനുണ്ടല്ലോ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഒരു 2-3 വീഡിയോ എടുത്തു വെച്ചായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നൊക്കെ ഇട്ടിട്ട് ആരും കാണുന്നില്ല. എന്നാ ചെയ്യും ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ കൂടിയ നല്ല സന്തോഷമുള്ളതായിരിക്കും. കുട്ടാടെ അവിടെ പോയ ഇച്ചിരിയൊക്കെ ഉണ്ട്. അപ്പം നല്ല വീഡിയോ കേട്ടോ. ആരും മിസ് ചെയ്യാണ്ട് കൂടി പോയി കണ്ടോ. ഇതൊക്കെ ആണെങ്കിൽ ഇറങ്ങും. അതേന്ന് ഇത് പറ്റിയൊരു പരിപാടി ചെയ്തൊക്കെ ചുമ്മാ പൈസ 10-60 ആയിരിക്കും. വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചേട്ടായിയൊക്കെ ഇതൊക്കെ മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഞാൻ മേടിക്കല്ലോ ഇതൊന്നും. ഇവിടെ ഏത്തക്കാപ്പഴം അത് ഇതൊക്കെ ഇരിക്കും ഇഷ്ടമല്ല. അല്ല ബാവു. ഏത് ബാവുനെയാ വിളിക്കുന്നേ? അക്കരയിലെ ബാവുനെയാണോ ഇക്കരയിലെ ബാവുനെയാണോ? ബാവു അവളുടെ. അയ്യോ നല്ലപോലെ ഇരുന്നേ കാലൊക്കെ ഇങ്ങനെ വെക്കാതെ. പയറുണ്ടല്ലോ മുതലൊക്കെ. പൊട്ടിച്ചേർന്നോ? ഇതെന്നാ സാധനം? ഇതെന്തോ കളിക്കുന്ന സാധനം കണ്ടാന്ന് തോന്നുന്നത്. സംഭവം പോലും എനിക്കറിയത്തില്ല കേട്ടോ. പറ്റിയ സംഭവം. ബാവു എന്തോ സ്റ്റിക്കറാ. ഇതിന് കയ്യാലും കാലിലും ഒക്കെ ഒട്ടിച്ച് വെക്കുന്ന സൈസാണോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? ഞാൻ അടുത്ത് തന്നെ ഇതെന്നാ? അത് പുത്തായി ആണോ? 7 6 കഴിഞ്ഞ് 7. എത്ര എണ്ണം ഉണ്ട് മൊത്തം? ഒന്നുകൂടെ എനിക്ക് 2. എന്നാ പൊട്ട എണ്ണിച്ചാണോ? എനിക്കറിയത്തില്ല. അതെ അമ്മ എന്നട്ടെ. 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. 10. പിന്നെ ഇപ്പം ഒരു കടയിൽ കയറിയപ്പോഴത്തേനും സൂപ്പറാണെന്ന് പറഞ്ഞ് മേടിച്ചേക്കുന്ന സാധനം കേട്ടോ. ഞങ്ങൾ അവിടെ വെച്ച് കഴിച്ചപ്പോ സൂപ്പറായിരുന്നു. അവിടെ തന്നോ? അവിടുന്ന് പീസ് തന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ടാ എടുത്തേ. 400 രൂപയും കണ്ട കേട്ടോ. പൈനാപ്പിൾ. ഇത് എറണാകുളത്ത് നിന്ന് അവരുണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അറിയില്ല കേട്ടോ. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു കട്ടപ്പനയില്. ജാനിക്കുട്ടി വയറൊക്കെ തൂത്തിരിപ്പുണ്ട്. അപ്പം ഈ വർഷത്തെ ക്രിസ്മസിന്റെ ഫസ്റ്റ് കേക്ക് അങ്ങ്
ഹാപ്പി ടു യു. ഈ ആക്ഷനൊക്കെ അല്ലാണ്ട് അത് ഡയലോഗ് ഉണ്ടാ ഡയലോഗ് ഉണ്ടാ അങ്ങ് എന്റെ പൊന്നെ ഇതിപ്പോ ഫുള്ള് തീർക്കും തോന്നും കേട്ടോ. പാട്ട് പാടി മുറിക്ക്. ഹാപ്പി ടു യു സിന്ധു അമ്മ, ഹാപ്പി ടു യു ചൂനക്കുട്ടി. നോക്കട്ടെ. യമ്മി. നല്ലതാണോ? ഒരനക്കം ഇല്ലല്ലോ. ഒരനക്കം ഇല്ലല്ലോ. പൈനാപ്പിളിന് ഒരു ടേസ്റ്റ്. ഈ ഒരു റേറ്റിനുള്ളതുണ്ടോ? പക്ഷെ കണ്ടാ അത് ഫീൽ ആവത്തില്ല. ഈ ഒരു റേറ്റിനുള്ളത് കൊണ്ട് തോന്നുന്നില്ല. ഒരു ലുക്ക് കുറവാ. ലുക്കില്ലല്ലോ, ടേസ്റ്റിലല്ലോ. അത് അച്ചോ വാ. അതെന്നെ അമ്മ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ ദിവസം എനിക്ക് ചോക്ലേറ്റ് ഉള്ളത് അത്ര ഇഷ്ടമല്ല, വെള്ള തന്നെ ആയിട്ട് ഇഷ്ടമെന്ന്. അതോർത്തിന്ന് മേടിച്ചതാ. പൈനാപ്പിൾ കേക്ക് ഇവിടെ കട്ട്. അതെ. ആണോ? അല്ല, അത് ലുക്ക് വൈസ് ഒരു സുഖമല്ല. ബിച്ചുവിന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി. അത്ര വലിയ വാ വേണ്ടായിരുന്നു വെച്ചു. കുഞ്ഞിനെ താങ്ക് യു. അയ്യോ പാപ്പൂന് കൊടുത്തില്ല. പാപ്പു അവിടുന്ന് കഴിച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാ. പാപ്പുന് ഇഷ്ടമാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ക്രിസ്മസിന്റെ കേക്കാ എല്ലാരും കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, എനിക്ക് പിന്നെ മധുരം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി കൊണ്ട് വരുന്നത്. അപ്പൊ ഓരോ ഗ്ലാസ് ചായയും കൂടെ ഇട്ട് കൊടുത്തേക്കാം. മുറിച്ചോ മോനെ, മുറിച്ചോ മോനെ. യമ്മി ടേസ്റ്റി. കാഴ്ചക്ക് ഭംഗിയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുപോലത്തെ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്. ക്രിസ്മസ് ആകുമ്പോ ഓരോരോ വെറൈറ്റി വന്നോണ്ടേയിരിക്കും. അതെ അതെ. ഇപ്പൊ ആദ്യം പ്ലമ്മില് മാത്രം ഉണ്ടായിരുന്ന സാധനം ക്യാരറ്റിലായി, ഡേറ്റ്സിലായി, എല്ലാത്തിലും ആയി. ഇപ്പൊ പൈനാപ്പിളിലും ആയി. ഞാനും കൂടെ മുറിച്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഉപ്പേറ വരെ വന്നതാണ് കേട്ടോ. അപ്പം വേണ്ട നമ്മുടെ മിസ്റ്റർ ഇടുക്കി വരുന്ന കണ്ടോ, ദേവനാണ് കേട്ടോ. ദേവൻ എനിക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നേക്ക് ഞാൻ കാറായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഭയങ്കര കൂറ്റൻ ട്രോഫിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. എന്തേരം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് അല്ലേ. അപ്പം ജിമ്മിലെ പിള്ളേരെല്ലാം ഇങ്ങനെ ജാഥയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആനയിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അത് തന്നെയല്ല നമ്മളെ കണ്ടപ്പോഴത്തേനും അവർ പോസ്റ്റ് ചെയ്തത്. നമ്മുടെ ഉപ്പേറയിലൊക്കെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. സ്റ്റാറ് കാര്യങ്ങൾ. അയ്യോ ഇപ്പൊ കറക്റ്റ് സമയത്ത് ദേവനെ കണ്ടു കേട്ടോ. ദേവൻ മിസ്റ്റർ ഇടുക്കി അപ്പൊ എനിക്ക് പോസ്റ്റ് ഒക്കെ ചെയ്ത് തന്നിട്ടാ പോയത് കേട്ടോ. ഇത് ദൈവമേ, ഞാനൊക്കെ എടുത്തോണ്ടായിരുന്ന പിള്ളേരാ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടായിയുടെ മുറ്റത്തോട്ട് നെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ അവിടെയൊക്കെ ചെടി ഇവിടെയൊക്കെ ആ ഒരു ഗാർഡനിൽ പോകുന്ന മാതിരി ഉണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. അല്ല ഇത് ശരിക്കും മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പുറകെ നിന്നിട്ടാ ഇങ്ങനെ, അല്ലെങ്കിൽ ഒന്നും പറ്റിയല്ല. അയ്യോ എടാ എൻ്റെ പൊന്ന് ദൈവമേ. കൈ കൊടുക്കുക കൈ. അവൻ ശ്രീകുട്ടൻ പഠിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കൈ കൊടുക്കുക. ആണ്ടെ അച്ചു കുടിക്കുന്നു. അച്ചു അച്ചു വേണ്ട അച്ചു. എടി പാലൊന്നും വേണ്ടടി, പാലില്ലമ്മേന്നൊക്കെ പറയുന്നുണ്ട്. ചായ ഒന്നും വേണ്ട മോനെ, ഇപ്പൊ ചായ കുടിച്ചാ. നല്ല രസമുണ്ട്. അതാ പറഞ്ഞേ കണ്ടോ, നല്ല ഭംഗിയായിട്ട്. അത് എന്തേരം മെനക്കെട്ടിങ്ങനെ ചെയ്തിട്ടല്ലേ, പക്ഷെ ചെയ്ത് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സ്വന്തം ആടി. ഇത് ആർക്കും അവകാശം പറയാൻ പറ്റത്തില്ലാത്ത ഇത്. ഏതാ നീ ഓർത്ത നിന്റെ അത് നിന്നെ അവകാശം കൊല്ലത്താനത്ത് ഉണ്ടോ. ഇപ്പൊ നരീഞ്ചിയിലായി പോയില്ലേ. കൊല്ലത്താനത്ത് എന്നുള്ളതായിരുന്നു എന്റെയൊക്കെ വീട്ടുപേര്.
ആ അല്ല ഇത് എന്റെ പൊന്നാങ്ങൾ ഇവിടെ നിൽക്കാൻ വന്നു. എനിക്ക് എന്തോ വലിയതൊക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അവൻ പഠിക്കാൻ പോയേക്കാ, അവൻ ജോലിക്ക് പോയതല്ല. അല്ല കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അല്ല കൊറേ തുണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചുമ്മാ അല്ല അത് സത്യമായിരിക്കും. തുണികളൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. വന്നിട്ടേ പോവാവുള്ളന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു റീൽസ് എടുത്തു കേട്ടോ, ഇങ്ങനെ പൂവിൻ്റെ ഇലയോടെ ഞങ്ങൾ കയറി വരുന്ന ഒരു റീൽസ് എടുത്തു. അത് കഴിഞ്ഞപ്പം ചൂന പോയിട്ട് വരാമെന്നും പറഞ്ഞ് നോക്കി വരുന്നു നോക്ക്. ഓ ചൂനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ചെയ്യമ്മേ, നല്ലതാണോ? ചൂനയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന്. ആ പോയി അല്ലേ, കഴിഞ്ഞു. കഴിഞ്ഞു അതിൻ്റെ പരിപാടി. ഓ ഇഷ്ടപ്പെട്ട പൂവ് ആണോ? ആ അത് അതിന്റെ ഒരു ഭേദമാ തോന്നുന്നു. ഇത് വയലറ്റ്, അതിന്റെ ഒരു ജോഡേ ഉള്ളോ? ആ പിടിപ്പിച്ചു വെക്കണം. ഭയങ്കര പൂ ഇഷ്ടപ്പെട്ടു കേട്ടോ കൊച്ചിന്. ഓ നല്ലയാണോ? ആ അതെ, അതൊക്കെ നമ്മളവിടെ നോക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളവിടെ നോറ്ററിയില്ല. അതാ പറഞ്ഞേ, സൂക്ഷിക്കുന്ന മാതിരിയാ. ഏത്? ആ ഇതിനെല്ലാം വിലയല്ലേ. ശ്രീക്കുട്ടനെ കണ്ടിട്ട് ഒത്തിരി ശ്രീക്കുട്ടൻ വണ്ണം വെച്ച് വരുന്നത് ഓർത്തെ. ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോയാൽ വണ്ണം വെച്ചാ തിരിച്ചു വരുന്നത്. ഒരുത്തം വേണ്ട വീശാൻ പഠിച്ചിട്ട് വലിച്ചു വെച്ച് വന്ന് ഒരു അതെന്താന്നറിയോ, അവള് പറഞ്ഞു അമ്മു ചേച്ചിയോട് ഇവിടെ നിക്കാൻ പറഞ്ഞു ചേട്ടാ എന്ന്. എന്നാണ്ടല്ല നീ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അവള് പറഞ്ഞു ഒരു കിൻഡൽ തുണി അലക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതൊക്കെ അലക്കിക്കാൻ. അപ്പൊ മോളമ്മയുടെ രാധമ്മയുടെ വീട്ടിൽ എല്ലാരും ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവള് കേറി വന്നില്ല കേട്ടോ. അവിടെ 10 രൂപ വന്നതല്ലേ ഉള്ളൂ. ആ ഇരിക്കട്ടെ. അല്ല നമുക്ക് ഇനി സമയമുണ്ടല്ലോ. പറിക്കല്ലേ, പൂ പറിക്കല്ലേ, നല്ല നല്ല യേശുണ്ട്. നീ എന്നാ പോന്നെ? ഒരു 20-ാം തീയതി അല്ല, എനിക്ക് 30-ാം തീയതി അല്ലേ ഉണ്ട്. 1-ാം തീയതി റിപ്പോർട്ട് ചെയ്യണം നടത്തുന്നത്. ക്രിസ്മസിന്റെ പിറ്റേ ദിവസവും ന്യൂ ഇയർ കഴിഞ്ഞു. ആ ന്യൂ ഇയർ കഴിഞ്ഞു. ആ അത്രയും ദിവസം ഉണ്ടല്ലോ. അത്ര ദിവസം ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് പോണോന്നൊരു പോണം. ഒരു 10 ദിവസം കൂടെ എന്നിട്ട് വേണം പോവാൻ. പിന്നെ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉടനെ ഒന്നും ലീവ് ഒന്നും കിട്ടില്ല. ഇനി ഒരു 6 മാസം കണ്ടിന്യൂ പഠിത്തം തന്നെയായിരിക്കും. ഇപ്പൊ ഇത്ര ദിവസം സുഖമായിരുന്നു. ആ സാരമില്ല, പഠിച്ചൊരു ജോലി ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കി കാണിക്കുന്നു കേടാ. എടോ ഓരോ പൂവിൻ്റെ അടുത്ത് നിന്നിട്ട് പുന്നരിപ്പിക്കുക. ഇത് എൻ്റെ പൊന്നേ. സുല്ലീറ്റപ്പൻ്റെ കട കേക്ക് കച്ചവടം കാണാനും എടുക്കാൻ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അണ്ണാ എങ്ങനെയാടാ കേക്ക് വെക്കുന്നത് കേട്ടോ. ചേട്ടാടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേട്ടോ. ആരെയും പിടിപ്പിക്കും. അതൊക്കെ അതെ. 2 കൂട് ജെംസ് ഇപ്പം കടയിൽ ചെന്നപ്പോൾ കൊടുത്തു കേട്ടോ. 2 കൂടും തിന്നേ. എന്നിട്ട് ഇപ്പം അടുത്തത് അപ്പം കൊണ്ടുവന്ന് ഞാൻ മാറ്റി വെച്ചു. ഉടനെ പറയല്ലേ ചുണ്ട് പൊട്ടത്തില്ലേ പാപ്പു, നീ മുട്ടായി മേടിക്കല്ലോ കേട്ടോ. ആ അയ്യോ ഷാറ് കാണിക്കുവോ പാപ്പു? വന്നിട്ട് കുളിക്കുക പോലും ചെയ്യുമല്ല പാപ്പു. ഷാറ് നല്ലയാണോ? എന്റെ പൊന്നേ, സ്റ്റാറേ ഓറഞ്ച് തിന്നുവന്നു. എന്നാ പാപ്പനോട് പോയി കുളിക്കാൻ പറ. പുറം കുഞ്ഞിനെ വേടോ, കൊട്ടത്തിയെ വേടോ, കുട്ടാമ്പുറം കുഞ്ഞെ നോക്കിയ കണ്ടാ. തലയൊക്കെ ഇടിക്കല്ലേ. എന്നാ കൂത്ത് കളിക്കാനും റെഡിയാ. പിന്നെ ആരോടെ വാ ഉറങ്ങുന്നേ? ആ ഇന്നലെ അവള് രാവിലെ അമ്മൂനോട് പറഞ്ഞത്. പാപ്പുവിനോടെ വാവ ഉറങ്ങി. പാപ്പു കെട്ടിപ്പിടിച്ച് വാവ ഉറങ്ങിന്ന്. ചേട്ടൻ അരി എടുത്ത് വെച്ചേക്കുന്ന ഇടാൻ വേണ്ടിയിട്ട് ചേട്ടായി പോർക്ക് മേടിച്ചു കൊടുത്തു വിട്ടു. അത് കറി വെക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. എനിക്ക് ഇങ്ങനെക്ക് പാല് തിളപ്പിച്ച് വെച്ചു. ഭയങ്കര മഞ്ഞാണ് പുറത്ത് കേട്ടോ. സമയം 7:30 കഴിഞ്ഞു. ചേട്ടായി പോയി. അപ്പോൾ എനിക്ക് ഇന്ന് ഇച്ചിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തയ്യലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. അതിന് മുമ്പേ അപ്പം കുറച്ച് ഒതുക്കി വെച്ചിട്ട് പോവുകയാണേലേ അവൾ ചെയ്തോളൂല്ലോ. ഇന്നലെ ആണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇന്നലെ പോയി.
പക്ഷെ ഇതായിപ്പോയി ഇന്നായിരുന്നു. അപ്പോൾ ഇന്നലെ ഫുള്ള് പണി അവളെല്ലാം ചെയ്തു വെച്ചേ. അപ്പം ഞങ്ങൾ ഓർത്തു രാവിലെ കുറച്ചൊക്കെ ചെയ്ത് വെക്കാം. അയ്യോ എന്നാ കഴിച്ചേ? പെട്ടെന്ന് ചെരുപ്പ് കെട്ടിയിട്ട് നമുക്ക് പോലീസിനെ വിളിക്കണം. വിച്ചുവിൻ്റെ ചെരുപ്പ് കെട്ടിയിട്ട് പോലീസിനെ വിളിക്കണം അല്ലേ? അമ്മുവേ അമ്മുവേ കള്ളപ്പവും കിഴങ്ങേറി ചായ. പോർക്ക് കറിക്ക് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പോർക്ക് വേവിച്ച് വെച്ചു. ഇനി പൈനാപ്പിൾ ഇച്ചിരി പച്ചടിയും കൂടെ വെച്ചേക്കാന്ന് വിചാരിച്ചു. എന്നാപ്പാ? പൈനാപ്പിൾ മേടിച്ച പെട്ടെന്ന് കഴിക്കേ. ഇന്നലെ പെട്ടെന്ന് ഒരെണ്ണം കഴിച്ചു. കുഞ്ഞപ്പോ കേട്ടോ, പക്ഷെ ഇന്ന് അങ്ങനെ അനങ്ങാതിരിക്കുക. അപ്പം ഇനി ഞങ്ങളുടെ തയ്യലിൻ്റെ കെട്ടിയുടെ പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വന്നപ്പോഴത്തേനും ബബിത വിളിച്ചിട്ടുണ്ട്. അവളിവിടെ പുതുതായിട്ട് കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നീ കടയിലോട്ടൊന്ന് വിളിച്ചേക്കാണ്. നീ എന്നെ വിളിച്ചേ എന്നോട് തിന്നാൻ തരാനാണോ? അല്ല ഇന്നാൾ പൊറോട്ടയൊക്കെ പിടിച്ചു തരുന്നത്. ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞു എനിക്ക് വിശക്കത്തടി ഇത് പുതിയ കട കാണാനായിട്ടാണ് അല്ലേ? അപ്പം കുഞ്ഞുമോളി ചേച്ചിനെ മോഹന്ന് കാണിച്ച് ഈ ഇങ്ങോട്ട് അല്ല രായമ ചേച്ചിന്ന് കുഞ്ഞുമോളി ചേച്ചി ഇത് രായമ ചേച്ചി കേട്ടോ. പണ്ട് നമ്മുടെ സൂപ്പർ ഇരുന്ന് തയ്ച്ചു. എത്ര വർഷമായി രായമ ചേച്ചി തയ്യൽ തുടങ്ങിയിട്ട്? 40 വർഷമായി കേട്ടോ. നമ്മുടെ രായമ ചേച്ചിയാണ്. അത് സൂപ്പറിലായിരുന്നു നേരത്തെ തയ്ച്ചു. അത് കഴിഞ്ഞ് വീട്ടിലായിരുന്നല്ലേ? കടയും വീട്ടിലും ഒക്കെ ആയിരുന്നു. അപ്പം ഈ ബബിത ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അന്ന കളക്ഷൻസിൻ്റെ തൊട്ടടുത്ത്. ഏനാടി പാവാറയോ? ഡാൻസിൻ്റെ വല്ലതാണോ? ആണോ? ഇവ ഫാഷൻ മേക്കേഴ്സ് കേട്ടോ ഇവരുടെ കടയുടെ പേര്. ഓ അത് നല്ല നല്ല കളർ കേട്ടോ. നല്ല സൂപ്പറാണ്, അടിപൊളി. ഇവരെല്ലാവരും തയ്ക്കുവാണോ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം മെറ്റീരിയൽസും ഉണ്ടല്ലേ ചുരിദാറിൻ്റെ? അയ്യോ അത് നല്ല ഭംഗിയുണ്ടല്ലോ ഡി. നല്ല കളർ, നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തിരുന്ന് ഒരു കൊച്ച് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഹിന്ദിക്ക് കൊച്ച് നന്നായിട്ട് ചുരിദാറൊക്കെ തയ്ക്കുന്ന കൊച്ചാ. അടിപൊളി. എന്നോട് ഇങ്ങനത്തെ ഇടാനാ പറഞ്ഞ കേട്ടോ. ഇവളിപ്പോൾ എന്നോട് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്നാ ഫ്രോക്ക് നൈറ്റിയോ? ഫ്രോക്ക് നൈറ്റീസ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ഇടാൻ സിന്ധു ഇപ്പം എന്നാ അവളതാ ഇടുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേരാം. ഞാൻ ഇതൊക്കെ ഇടണോ വേണ്ടയോ, അല്ലെങ്കിൽ അമ്മൂര് വായിച്ചു കൊടുത്താൽ മതിയോ? അത് നല്ല രസമുണ്ടോ അതിൻ്റെ കളറ്? അടിപൊളി. അതൊക്കെ വണ്ണമൊക്കെ കൊണ്ടൊക്കെ പറ്റുമല്ലേ? അതിനൊക്കെ എത്ര? 370 ഒക്കെ. കഴുത്തിനൊക്കെ ഇച്ചിരി എന്തെങ്കിലും വർക്കൊക്കെ ചെയ്താൽ ഓക്കെ. അപ്പം നമ്മുടെ ചേച്ചിമാരും പിള്ളേർ സെറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വരുക. അതെ അതെ ഓൺലൈനിലൊക്കെ ഉണ്ടെങ്കിലല്ലേ? ഞാൻ പറയാം. അപ്പം ഇനി അടുത്ത ദിവസം അങ്ങനെ നമ്മുടെ AKTയുടെ കൊടിയേറ്റാണ് കേട്ടോ. സോമൻ ചേട്ടൻ കൊടിയേറ്റുക കണ്ടോ. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ. AKT സിന്താവൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. സിറ്റി അല്ലേ, വണ്ടിയൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഭയങ്കര ഇതായിരുന്നു, സൗണ്ടായിരുന്നേ. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് തന്നെ ക്ഷേമനിധിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. തയ്യൽ തൊഴിലാളികളുടെ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഘടനയാണ് കേട്ടോ. ഒത്തിരിയും ആനുകൂല്യങ്ങളും കാര്യങ്ങളും പിന്നെ നമുക്ക് ലോണും അങ്ങനെ എന്നാ പറയുന്നത് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഭവമാണ് AKTയെ. അതിനകത്ത് ഒരു അംഗമായതിൽ എനിക്ക് സന്തോഷമാണ്, അഭിമാനമാണ്. പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് സൗദാമിൻ ചേച്ചി, അച്ചാമ്മൻ ചേച്ചി, ഇതെല്ലാം അതിൻ്റെ കുറച്ച് പേരെല്ലാം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേട്ടോ. സിന്ധു കൊടുത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത്. സിന്ധു ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സൗദാമിൻ ചേച്ചി ചോദിച്ചാണ് കേട്ടോ. ഏരിയ സെക്രട്ടറിയാണ്. അടിച്ചതിൻ്റെ മേടിക്കാം. നല്ല ചുട്ടടി. നല്ല ചുട്ടടി മേടിക്കും നീ. പല്ലൊക്കെ പൊട്ടും. ഇപ്പോൾ ഉള്ള മുട്ടായി എല്ലാം കൂടെ തിന്നിട്ടല്ലേ? പാപ്പ മേടിച്ചു തന്നെ. പാപ്പുണ്ട് ആദ്യം കൊടുക്കണം. പാപ്പുണ്ട്.
ആ കൊടുക്കണോടി, നിനക്ക് മുട്ടായി മേടിച്ചു തന്നല്ലേ, കൊടുക്കണം. പപ്പു വരുമ്പോഴും ഇതന്നെ പറയണേ. അടിച്ച് ഞാൻ പൊട്ടിക്കതേ ഉള്ളു, അടിച്ച് പിന്നെ ആ കുണ്ടി അടിച്ച് പൊട്ടിക്കേ. എന്തത് എന്നാ മിടിക്കാനാ 1 2 3 ഒന്ന് ചൊല്ലിക്കേ. എന്നത് 1 നിന്റെ കയ്യെ എത്ര പേരിലുണ്ടെന്ന് എണ്ണിക്ക്. 1 അവിടെ നിന്ന് എണ്ണ. 1 2 ഇങ്ങനെ എണ്ണ. ഒരു ഡാൻസ് കളിച്ച്. ഇതെന്നാ സർക്കസാ? എന്നത് 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 നീയാണോ? നിന്റെ പേരെന്നാ? ചൂനയോ? അല്ലാതെ സ്കൂളിലൊക്കെ ചേർക്കുന്ന പേരെന്നാ? ഒരുത്തി ഒരു ആത്തക്കായും പിടിച്ചോണ്ടിരിപ്പുണ്ട്. അവൻ വണ്ടി കഴുകുന്നുണ്ട്. ബിച്ചുവിനോട് പോയി ഇന്ന് വണ്ടി കഴുകാൻ. ബിച്ചു മടുത്തെന്ന്. എല്ലാവർക്കും ഫ്രണ്ട് സീറ്റൊക്കെ വേണ്ടേ അമ്മയ്ക്കും അമ്മക്കും? എന്നാ പോയി കഴുക. ഡ്രൈവിംഗ് സീറ്റാ ഇപ്പൊ വേണ്ട. അല്ല പിന്നെ കൊടുക്കല്ലടാ. കഴുകാൻ പോണോ കൊച്ചു വണ്ടി കഴുകാൻ പോണോ? ഓക്കെ ചെന്നു ിന്റെ താഴത്തെ അവൻ ആ റോഡെ ചുറ്റിക്കറങ്ങി വരുന്നതാന്ന് തോന്നുന്നു. ഇത് ആണ്ട് അവിടെ അപ്പുറത്തെ സ്ക്രീനെ ഒരു കുഞ്ഞു ഉടുപ്പ് കിടക്കുന്നു മഞ്ഞ. ഇപ്പോൾ എടുത്ത് കൊടുക്കത്. അമ്മ തുണി കൊടുക്കമ്മേന്ന്. പ്ലീസ് അമ്മ താന്ന് പറ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അവിടെയുണ്ട് എല്ലാം വണ്ടികൾക്കും പരിപാടിയും കാര്യങ്ങളും. അവിടെ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി പോകുന്ന കേട്ടോ. അപ്പം കൊച്ചും അമ്മും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യലിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടാരോടൊക്കെ ഇന്നലെ വൈകിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മിസ്റ്റർ ഇടുക്കി ദേവനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പോസ്റ്റ് ചെയ്ത് ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് ദേവൻ പോയത്. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. കാരണം ഉപ്പുകറയിലെ തന്നെ അത്യാവശ്യം ഏറ്റവും നല്ല സാമ്പത്തികപരമായിട്ടും ഒക്കെ മുമ്പിൽ നിന്ന ഒരു ഫാമിലിയാണ് വാസുക്കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉപ്പുകറയുടെ ഒരു ചങ്ക് തന്നെയായിരുന്നു. അപ്പം വാസുക്കുട്ടൻ മോൻ്റെ മകനാണ് ദേവനും അപ്പുവും ഒക്കെ. നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം മിസ്റ്റർ ഇടുക്കി ആയിട്ട് 2ാമത്തെ വർഷം മിസ്റ്റർ ഇടുക്കി ആയത് ദേവനായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി അതൊക്കെ കണ്ടപ്പോൾ. കാരണം ശരിക്കും ഒരു നമ്മുടെ ഉപ്പുകറ നമ്മുടെ ജിമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരിച്ചിച്ചിരി പിള്ളേരെയാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. മോനും ഒക്കെ ആണെങ്കിലും എപ്പോഴും ചേട്ടായുമായിട്ടേ രണ്ടുപേരും ഭയങ്കര സ്നേഹവും കൂട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു ഇതിൻ്റെ ഫലം കൂടെ ആണല്ലോ അവർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്ത് അവർ പറയുന്ന ആ ഒരു ഇത് ശരിക്കും നല്ല ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. മിസ്റ്റർ ഇടുക്കി ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് അവർ പറയുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ അതേപോലൊക്കെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പുകരത്തിൻ്റെ ഉള്ള ജിമ്മിലെ പിള്ളേരെ ആയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇന്നലെ ഏതായാലും ഞങ്ങൾ വൈകിട്ട് സന്തോഷിൻ്റെയും കൂട്ടുകാരെ അവിടോട്ട് പോയപ്പോഴത്തേക്കും കറക്റ്റ് ദേവൻ്റെ പിന്നെ ചെണ്ടയൊക്കെ കൊട്ടി ഭയങ്കര റാലി പോലെ ഭയങ്കര നല്ല ഇതായിരുന്നു. അപ്പം വിഷ്ണു പറയായിരുന്നു തൃശ്ശൂരൊക്കെ ഉണ്ട് സംഭവം ഒക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകത്തൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞൊരു ഗ്രാമമാണ്, പക്ഷേ ആ ഗ്രാമത്തിൽ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ആടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചെയ്യുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.